നമസ്കാരം. ഞാൻ വേണു മഹാദേവ്. നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. അതിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സബ്സ്ക്രിപ്ഷനും ലൈക്കും അതുപോലെ ധാരാളം കമൻറ്റ് തന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ആത്മമിത്രങ്ങളായി നിങ്ങളോട് എനിക്ക് ആദ്യം തന്നെ പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളോട് നന്ദിയും കടപ്പാടും സ്നേഹവും പറയുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു ശീലമാണത്. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നന്ദി പ്രകടിപ്പിച്ചാൽ അത് ഈശ്വരനോടായാലും മനുഷ്യരോടായാലും പ്രകൃതിയോടായാലും നന്ദി പ്രകാശിപ്പിച്ച് ശീലിച്ചാൽ ആ പോസിറ്റീവ് എനർജി നമുക്ക് തിരിച്ചു വരുമെന്നാണ്. നമ്മുടെ ഈ സൈക്കോളജിക്കൽ സിദ്ധാന്തങ്ങളൊക്കെ അനുസരിച്ച് അങ്ങനെയാണ്. നമ്മൾ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് അങ്ങനെയാണല്ലോ. നമ്മൾ അങ്ങോട്ടൊരു ബോൾ എറിഞ്ഞാൽ അത് തിരിച്ചു വരും. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാവൂ. മാത്രമല്ല നമ്മളെപ്പോഴും നന്ദി പ്രകാശിപ്പിക്കണം. ഇത് എല്ലാ കാര്യങ്ങളിലും. കാരണം നമ്മൾ പുറമേ പറഞ്ഞില്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും വേണം. ഞാൻ ആദ്യം തന്നെ വീഡിയോയെക്കുറിച്ച് പറയാം. നമുക്ക് സാക്ഷാൽ മൂകാംബിക പരാദേവിയുടെ ആ പ്രപഞ്ച മാതാവിൻ്റെ ഏറ്റവും വിശിഷ്ടമായൊരു ദിവസം വരികയാണ്. അതായത് ഈ വരുന്ന മാർച്ച് 12 മൂകാംബികയിൽ രഥോത്സവം. മൂകാംബിക രഥോത്സവം എന്ന് പറഞ്ഞാൽ ദേവീ ഭക്തരെ സംബന്ധിച്ചെല്ലാം വളരെ നമുക്ക് പ്രാധാന്യമുള്ള, നമ്മൾ മനസ്സാൽ സന്തോഷിക്കുന്നൊരു നിമിഷമാണ്. കാരണം മൂകാംബിക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ദേവിയുടെ ഏറ്റവും തലസ്ഥാനം എന്ന് തന്നെ പറയാം പ്രപഞ്ചത്തിൽ. അതിൻ്റെ കാരണം ഭഗവാൻ ശങ്കരാചാര്യ സ്വാമി ഈ പ്രപഞ്ചശക്തിയായ മഹാമായയെ, പരാശക്തിയെ സകാരബ്രഹ്മമായി പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥാനമാണ് മൂകാംബികയിൽ ചിത്രമൂല. അതുകൊണ്ടാണ് ചിത്രമൂലയിൽ പ്രത്യക്ഷപ്പെടുത്തി താഴെ ഇപ്പം മൂകാംബിക ക്ഷേത്രം ഇരിക്കുന്നിടത്ത് അമ്മയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും മൂകാംബിക പോവുകയോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുകയോ പലപ്പോഴും അതിലൊരു പറയാറുണ്ട്, അമ്മ വിളിച്ചാലേ പോയി തൊഴാൻ കഴിയുള്ളൂ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ധാരാളം, അതായത് വർഷങ്ങളായിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി തൊഴാനുള്ളൊരു ഭാഗ്യം അമ്മ തരുന്നു. ജീവിതത്തിൽ ആദ്യമായി മൂകാംബികയിൽ ചെന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അമ്മയുടെ അനുഗ്രഹം അറിയാൻ കഴിഞ്ഞു. തിരികെ നാട്ടിലെത്തുമ്പോൾ എനിക്ക് ജോലിക്കുള്ള ഓർഡർ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ ജീവിതത്തിൽ അമ്മയുടെ അന്ന് മുതൽ ഇന്ന് വരെയും അനുഭവിച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന മന്ത്രം എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ മൂകാംബിക പോയിട്ടുള്ളപ്പോഴറിയാം, അവിടുത്തെ തന്ത്രിമാരൊക്കെ പൂജ ചെയ്യുന്ന സമയത്ത് ഉറക്കെ ചൊല്ലി നിങ്ങൾ കേട്ട് കാണും. പക്ഷേ അത് നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ തന്നെ അകത്ത് അമ്മയെ പൂജിക്കുന്ന വളരെ വിശിഷ്ടമായ മന്ത്രമാണ്. ഈ മന്ത്രത്തിനൊരു പ്രത്യേകതയുള്ളത്, മൂകാംബിക അമ്മയുടെ ഈ മന്ത്രത്തിനുള്ള പ്രത്യേകത, ഈ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ സർവ്വദേവതമാരെയും നവകോടി മൂർത്തികളെയും നമ്മൾ പൂജിച്ച് പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണ് ഈ മന്ത്രം. അത്ര വിശിഷ്ടവും അത്ര ഗുഹ്യവും രഹസ്യവുമായൊരു മന്ത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് മൂകാംബിക പോയി തൊഴാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് നിലവിളക്ക് തെളിച്ച് വെച്ച് ആ ദീപത്തിൽ ആ ദീപജ്വാല അമ്മയുടെ ചൈതന്യമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജപിക്കാൻ കഴിയും. ഞാൻ മന്ത്രത്തിലേക്ക് കടക്കുന്നു. മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നമ്മൾ മന്ത്രം ജപിക്കുന്ന എല്ലാവർക്കും വരാവുന്നൊരു സംശയമാണ് ഗുരുസ്ഥാനം. അതായത് ഗുരുത്വം ഇല്ലാതെ എങ്ങനെ ജപിക്കും? അപ്പോൾ ധാരാളം ആത്മമിത്രങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ സ്വാമി നിങ്ങളെ ഗുരുവായി കണ്ടുകൊണ്ട് ജപിക്കട്ടെ? ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ആരുടെയും ഗുരുവല്ല. ഞാനൊരു സാധാരണയായൊരു ഉപാസകൻ മാത്രമാണ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ. കാരണം പ്രപഞ്ചത്തിലുള്ള സർവ്വവരും എൻ്റെ ഗുരുക്കന്മാരാണ്. കാരണം മറ്റുള്ളവരുടെ അനുഭവത്തെ കണ്ട് പഠിച്ച് അത് ഗുരുത്വമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട്. കാരണം ദത്താത്രേയ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ആ മന്ത്രം ഉപാസിക്കുന്നതുകൊണ്ട് ഭഗവാൻ എവിടെ പോകുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാവരും നമുക്ക് ഗുരുക്കന്മാരാണ്. മറ്റുള്ളവരുടെ അനുഭവമാണ് നമ്മളെ ഗുരു. അപ്പോൾ ഇനി ആരെ ഗുരുവാകും? ഗുരുവായിട്ട് കാണേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സാക്ഷാൽ മൂകാംബിക പരാദേവിയെ തന്നെ ഗുരുവായി കാണുക. അതിൻ്റെ കാരണം പ്രപഞ്ചത്തിലെ സർവ്വമന്ത്രങ്ങളും ഭഗവാൻ പരമശിവൻ്റെ പ്രജ്ഞയിൽ നിന്നുണ്ടായി.
ഭഗവാൻ പ്രപഞ്ചത്തിലേക്ക് വിട്ടതാണ്. പഞ്ചാക്ഷരത്തിൽ നിന്നുണ്ടായതേ ഉള്ള എല്ലാ മന്ത്രങ്ങളും. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പിന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് ഭഗവാൻ പരമശിവൻ പാർവതീദേവിക്ക് ഉപദേശിച്ചു. പാർവതീദേവിയിൽ നിന്ന് സിദ്ധാദികൾ, അതായത് തിരുമൂലർ, അഗസ്ത്യർ, ഭോഗർ, കൊങ്കണർ, ഇങ്ങനെ നന്ദി ഭഗവാൻ, ഇങ്ങനെ പറഞ്ഞിട്ട് 64 സിദ്ധാദികളുണ്ട്, സിദ്ധ പരമ്പരയുണ്ട്. ആ സിദ്ധന്മാരാണ് നമ്മുടെ ഏറ്റവും വലിയ ഋഷീശ്വരന്മാർ. അവരിലൂടെയാണ് പ്രപഞ്ചത്തിൽ വ്യാപിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം മൂല കാരണമായ സാക്ഷാൽ പരമശിവനെയും മൂകാംബിക പരാദേവിയും ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് മന്ത്രം ജപിക്കാം. ഇനി മന്ത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി, പലർക്ക് സംശയം തോന്നും ഇതിന് എന്തെങ്കിലും ചിട്ടയുണ്ടോയെന്ന്. നിങ്ങൾ സാധാരണ സന്ധ്യാനാമം ജപിക്കുന്ന പോലെ സന്ധ്യയ്ക്കോ രാവിലെയോ വൈകിട്ട്, അതായത് ത്രിസന്ധ്യയ്ക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായൊരു സമയം കിട്ടുമ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ ഈ മന്ത്രം ജപിക്കാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടാണ് ജപിക്കുന്നുണ്ടെങ്കിൽ മിനിമം 2 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ടേ ജപിക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ജപിക്കുന്ന ദിവസം ദേവിയെ നന്നായിട്ട് ജപം തുടങ്ങുമ്പോൾ, ആദ്യമായിട്ട് ജപിച്ച് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടെ നിന്നുകൊണ്ട് മൂകാംബിക പരാദേവിയെ മനസ്സിൽ കണ്ട് അമ്മയോട് അനുവാദം വാങ്ങിയിട്ട് ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ഞാൻ മന്ത്രത്തിലേക്ക് കടക്കുന്നു. മന്ത്രം നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ തന്നെ ഒരു ടെൻഷനും വേണ്ട. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അതിലൊരു ടെൻഷൻ വേണ്ട. ഓം ഹ്രീം 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 ശ്രീം 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 ഐം 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 മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപായേ നവകോടിമൂർത്തിയൈ ദുർഗായൈ നമഃ. ആപദോ മേ നാശയ നാശയ സമ്പദോ മേ പ്രാപയ പ്രാപയ സകല മനോരഥാൻ സാധയ സാധയ. ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരി സ്വാഹ. ദുർഗാം ദേവി ശരണമഹം പ്രപദ്യേ. ഓം ഹ്രീം ദും ദുർഗായേ നമഃ. ഓം ശ്രീ മൂകാംബിക പരാദേവിയേ നമഃ. ഇതാണ് മന്ത്രം. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് എഴുതിയെടുത്ത് ജപിക്കുകയും ബൈ ഹാർട്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും മൂകാംബിക പോകുമ്പോൾ ആരുടെയും ആശ്രയം വേണ്ട. നിങ്ങൾക്ക് അമ്മയുടെ മുമ്പ് നിന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അമ്മയെ മനസ്സിൽ ജപിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാം. ഈ മന്ത്രം കഴിയുന്നതും ഒരു 9 എപ്പോഴും നമ്മൾ ജപസംഖ്യ നോക്കുമ്പോൾ മിനിമം 9, അതിൻ്റെ ഗുണിതങ്ങൾ 27, 36, 54, 108 നമുക്ക് കഴിയുന്ന പോലെ ജപിക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ഒരു ദിവസം ജപിക്കാൻ കഴിഞ്ഞില്ല, കുഴപ്പമില്ല. സ്ത്രീകളെ സംബന്ധിച്ച് എപ്പോഴും വരാവുന്നൊരു ആശങ്കയുണ്ട്. കാരണം അമ്പലത്തിൽ പോകാൻ പാടില്ലാത്തപ്പോൾ എങ്ങനെ ജപിക്കും? അതിനകത്തൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ജപിക്കാതിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ജപിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വ്രതം തന്നെ എടുക്കുകയാണ്, സ്ത്രീകളെ സംബന്ധിച്ച് പ്രപഞ്ചത്തിനറിയാം, പ്രകൃതി ശക്തിക്ക് അറിയാം സ്ത്രീകൾക്കിങ്ങനെ ഒരു അനുഗ്രഹം പരാശക്തി കൊടുത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവരിപ്പോൾ 41 ദിവസം വ്രതം എടുത്തു, 20 ദിവസമായപ്പോൾ അവർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ വന്നാൽ വീണ്ടും 7 ദിവസം അവർ മുടക്കിയിട്ട് വീണ്ടും 8-ാം ദിവസം എടുക്കുമ്പോൾ 21-ാം ദിവസമായി തന്നെ പരിഗണിക്കും. പിന്നെ കഴിയുന്നത്ര ജപിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ശുദ്ധി വന്ന് കുളിച്ച് ശുദ്ധിയായി ജപിക്കാൻ കഴിയുന്ന അവസ്ഥ വരുമ്പോൾ തൊട്ട് ജപിച്ചു തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ജപിക്കുമ്പോൾ എത്രത്തോളം കഴിയുന്നത്ര ശുദ്ധവൃത്തിയും നീറ്റുമായിട്ടിരുന്ന് ജപിക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ എണീറ്റു ശാരീരിക ക്ലേശമുണ്ട്, കുളിക്കാനൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് തല കുളിക്കാനുള്ള സൗകര്യമില്ല, ഒന്നും പേടിക്കണ്ട. കാലും മുഖവും കഴുകി ചെറു ചൂടുവെള്ളത്തിൽ കാലും മുഖവും കഴുകിയിട്ടിരുന്ന് ജപിക്കാം. കാരണം നമ്മൾ എത്ര ശുദ്ധവൃത്തി പാലിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ മനസ്സ് എത്ര ശുദ്ധിയോടെ, ശരീരശുദ്ധിയല്ല മനഃശുദ്ധി, ശുദ്ധിയോടെ ആ മന്ത്രത്തിലും ആ ഈശ്വര ഭാവത്തിലും നമ്മൾ സങ്കല്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ വിജയം. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും
മൂകാംബിക പരാദേവി നിങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. മൂകാംബികയിൽ ഇത്തവണയും നിങ്ങൾക്കൊരു പക്ഷേ ചെന്നെത്താൻ കഴിഞ്ഞെങ്കിൽ രഥോത്സവ സമയമൊക്കെ വലിയ തിരക്കായിരിക്കും. പോയി എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ദിവസം വീട്ടിലിരുന്ന് നിലവിളക്ക് തെളിച്ച് സന്ധ്യയ്ക്ക് അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഈ മന്ത്രം ജപിച്ചാൽ മതി. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. പ്രപഞ്ചത്തിൽ മൂകാംബിക പരാദേവിയോളം അനുഗ്രഹിക്കുന്ന ഒരു ദേവീ ചൈതന്യം ഉണ്ടെന്ന് ഞാൻ പറയില്ല. അമ്മ പ്രത്യക്ഷമാണ്. അമ്മ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അറിവ് അവർക്ക് കൂടെ കിട്ടട്ടെ എന്നൊരു സത്ചിന്തയോടുകൂടി നിങ്ങൾ അമ്മയെ ആശ്രയിക്കൂ. തീർച്ചയായിട്ടും എന്നും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളുണ്ടാവും. ഓം പരാശക്തി അമ്മേ മൂകാംബികേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.